പ്രിയപ്പെട്ട കാഴ്ചക്കാരെ, എന്നെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിന്റെ മനോഹരമായ കാഴ്ചകളും കഥകളും പറയുന്ന 2 വർഷത്തെ വീഡിയോകളൊക്കെ മുന്നോട്ട് അപ്ലോഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം കാഴ്ചക്കാർ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ഈ മേഖലയിൽ തന്നെ ഒരു വലിയ വളർച്ച കാണുന്നു എന്നുള്ളതും സന്തോഷിപ്പിക്കുന്നു. വിദേശത്തു നിന്നുള്ള വളരെയധികം ആളുകൾ നമ്മുടെ വീഡിയോകൾ കാണുവാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം നമ്മുടെ ഗ്രാമീണ മേഖലയിലുള്ള സാംസ്കാരിക തനിമകളും അതിനോടൊപ്പം തന്നെ നമ്മുടെ പാചക രീതികളും നമ്മുടെ ഓരോ കൂട്ടുകളുടെ വൈവിധ്യവും ഒക്കെ നമ്മുടെ തനത് ശൈലിയിൽ കാണിക്കുമ്പോൾ അവരെ സംബന്ധിച്ചോളം അത് പുതിയ കാഴ്ചകളായി മാറും. അല്ലെങ്കിൽ നമ്മൾ ആ ദേശത്ത് ചെല്ലുമ്പോൾ അവർ ചെയ്യുന്ന ഓരോ കാഴ്ചകളും നമുക്ക് പുതുതായി മാറുന്നു. അതുതന്നെയാണ് നമ്മളും ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഓരോ വീഡിയോകൾ ചെയ്യുമ്പോഴും പലപ്പോഴും തോന്നാം എങ്ങനെയാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന്. അപ്പൊ ഈ അടുത്തിടെ ഒരു പയറലയൊക്കെ തോരൻ വെക്കുന്ന ഒരു വീഡിയോ ഇവിടെ റീൽസ് ഒക്കെ വിട്ടു. ഇതിന്റെ ശരിക്കുമുള്ള ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് പയർ മാത്രമല്ല, പയറിന്റെ ഇല നമുക്ക് അതും വിപണിയിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ തന്നെ വിൽക്കാം. അതുപോലെ അതിനൊരു ട്രഡീഷണൽ ഒരു ഫോം കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അതിന്റെ വാഴയിലൊക്കെ വെച്ച് കെട്ടി ആ ഇലകൾ ഞുറുക്കി കെട്ടി വരുന്ന ഒരു രീതി. അതായത് നമ്മൾ കെമിക്കൽസ് അല്ലെ പെസ്റ്റിസൈഡ്സ് ഒന്നും ഉപയോഗിക്കാതെ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ പയർ ഇച്ചിരി കൂടുതൽ വിതച്ചാൽ കൂടുതൽ ഇലകൾ കിട്ടും. അപ്പം ഇലകൾ നമുക്ക് വാണിജ്യ അടിസ്ഥാനത്തിൽ വിൽക്കുമ്പോൾ അതിനും നല്ല വില ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ ഇതിൻ്റെയൊക്കെ ചേരുവകളും അത് എങ്ങനെയാണ് അത് പ്രിപ്പറേഷൻ ചെയ്യുന്ന രീതികളും എന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ആ സാധനത്തിന്റെ ഗുണം, അതിന്റെ ടേസ്റ്റ് എന്ന് വേണ്ട അത് ശരീരത്തിന് നൽകുന്ന ഉത്തേജനം, ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തുന്നു. ഇതെല്ലാം നമ്മുടെ ടൂറിസത്തിന് ഒരു വളർച്ച തന്നെയാണ്. കാരണം വിദേശത്ത് നിന്ന് വരുന്ന ഒരാൾ നമ്മുടെ ഈ പയറലത്തോരൻ ഒന്ന് കഴിക്കുന്നു എന്ന് വിചാരിക്കുക, അതിന്റെ രുചിയുടെ വ്യത്യാസം, അത് എങ്ങനെയാണ് അതിന്റെ രൂപീകരണം, ഇതൊക്കെ അവരെ ആകർഷിക്കും എന്നുള്ളത് സംശയമില്ല. ഞാനത് ഉദാഹരണമായി മാത്രം പറയുന്നു എന്നുള്ളതുള്ളൂ. അതിനോടൊപ്പം നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോകളൊക്കെ വിദേശത്തു നിന്നുള്ള ആളുകൾ കാണുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ഒരു ദേശത്തെ വ്യത്യസ്തമായ ഒരു ശൈലിയായി അനുഭവപ്പെടും. ഇത് തന്നെയാണ് ടൂറിസത്തിൽ വേണ്ടത് എന്ന് ഞാൻ പറയുന്നു. കാരണം ഓരോ പ്രദേശത്തിൻ്റെയും തനത് സംസ്കാരം, തനത് ശൈലി ഇവയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ മാത്രമേ അന്യദേശത്തു നിന്നുള്ള ആളുകൾക്ക് നമ്മുടെ ദേശത്തിനോട് ഒരു താല്പര്യം തോന്നുകയുള്ളൂ. ഓരോ ദേശത്തേക്ക് നമ്മൾ നോക്കിയാൽ വ്യത്യസ്തതയാണ് നമ്മൾ അവിടേക്ക് സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്നും നമ്മൾ തമിഴ്നാടിന്റെ ഒക്കെ ഗ്രാമപ്രദേശങ്ങൾ കാണുമ്പോൾ അതിന്റെ തനിമ വിട്ടുമാറുന്നതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ അങ്ങോട്ട് സഞ്ചരിക്കുന്നത് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. അതുപോലെ തന്നെയാണ് കേരളത്തിന്റെ ഗ്രാമങ്ങളിലേക്കും തനത് ശൈലിയിലുള്ള ടൂറിസത്തിന് ഉതകുന്ന രീതിയിലുള്ള ശൈലികളാണെങ്കിൽ അത് വിജയം കൈവരിക്കുക തന്നെയും. ഞാൻ കാഴ്ചകളും കഥകളുമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തരുന്ന ഒരു പ്രോത്സാഹനം, പലപ്പോഴും ഞാൻ ലൈക്കും ഷെയറും ഒന്നും അഭ്യർത്ഥിക്കാത്തത് അത് നമുക്ക് തോന്നേണ്ടതാണ്. കാരണം നമ്മളത് നിങ്ങളെ പ്രസ് ചെയ്യിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിൽ ചിലപ്പോൾ നമുക്കൊരു കുറച്ച് ഫോളോവേഴ്സ് കുറഞ്ഞേക്കാം, ചിലപ്പോൾ നമ്മുടെ വ്യൂസ് കുറഞ്ഞേക്കാം, ഒക്കെ ശരിയാണ്. പക്ഷെ അത് ഒരു സമയമാകുമ്പോൾ അത് ശരിയായി കാണുന്ന കണ്ടന്റ് കാണുന്ന വ്യക്തികൾ അത് പകരും എന്നുള്ളതും നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന കാര്യം തന്നെയാണ്. കാരണം ഒരാൾ എന്ത് പറയുന്നു എന്നതിനേക്കാളും അയാൾ പറയുന്നതിൽ നിന്നും നമുക്ക് എന്തെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിച്ചാൽ മാത്രം മതി. കാരണം ഓരോ വിഷയങ്ങളും ഞാൻ പറയുമ്പോഴും ഞാൻ പലരുടെ വിഷയങ്ങൾ കാണുമ്പോഴും നമ്മളിലേക്ക് വരുന്ന ആശയ രൂപീകരണം അത് പുതിയ തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. പലപ്പോഴും നമ്മൾ ഒരു ഗ്രാമീണ പ്രദേശത്ത് ജീവിക്കുകയാണെങ്കിലും ഇന്ന് ഇന്റർനെറ്റ് മുഖേന ഇത്രയും വാർത്താവിനിമയ സംവിധാനങ്ങളുടെ കഴിവുകളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാഴ്ചപ്പാടുകളിലേക്കും പുതിയ ചിന്തകളിലേക്കും നമ്മളെ എത്തിക്കുന്നു. അതിന് തീർച്ചയായിട്ടും അറിവ് വേണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മളെപ്പോഴും അറിവ് ശേഖരിക്കുക തന്നെ വേണം. ഓരോ നിമിഷവും നമ്മുടെ ലോകം കറങ്ങുന്നതിനോടൊപ്പം നമ്മുടെ മനുഷ്യ മനസ്സിന്റെ ചിന്താഗതികൾ മാറുന്നു. ഓരോ മിനിറ്റിലും നമ്മളിലും പുതിയ പുതിയ സാമ്പത്തികമായ രീതിയിലും അല്ലെ മറ്റു രീതിയിലും ഒക്കെയുള്ള പുതിയ അറിവുകളും പുതിയ രീതികളും ഒക്കെ ചേർന്ന് വരുന്നു. എപ്പോഴും നവീകരണമായിരിക്കും ചലനങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാനും പുതിയ കാഴ്ചകളും പുതിയ ചിന്തകളുമായി നിങ്ങൾക്ക് പകർന്നു നൽകുമ്പോൾ ഓരോ വ്യക്തികളിലേക്കും സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ രീതി മുതൽ വലിയ രീതിയിൽ വരെ വരുവാനുള്ള ആശയങ്ങൾ കൂടി ചേർത്താണ് പറയുന്നത്. അത് നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോൾ അത് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും
സമ്പത്തിന്റെ വളർച്ച അല്ലെ സമ്പന്നത വരിക എന്നുള്ളത് അത് ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെയും കഠിനമായ പ്രയത്നങ്ങളും പ്രയത്ന രീതികളും പ്രയത്ന ശൈലികളും അത് ഉപയോഗിക്കേണ്ട സമയങ്ങളും ഒക്കെ ഓരോരുത്തരെയും സമ്പന്നതയിൽ വ്യത്യസ്തപ്പെടുത്തുന്നു എന്നുള്ളതും ഒരു സത്യമാണ്. ഓരോ പുതിയ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങളുടെ പിന്തുണ തന്നെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് ഈ ദിനം പുതിയ കാഴ്ചകളുമായി ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. എല്ലാവർക്കും ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ ഉപ്പുകൈ.